അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈങ് ടു, അതായത് ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് കറസ്പോണ്ടിങ് ടു ദ ട്രയാങ്കുലർ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ f of x is equal to 2k by lx if 0 less than x less than l by 2, 2k divided by l minus x into l minus x if l by 2 less than x less than l, and the initial velocity is 0. അപ്പോൾ എന്താണ് ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് ഈ ഒരു വേവ് ഇക്വേഷന്റെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് എന്താണ് ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി 0, യു ഓഫ് എക്സ്, ജി ഓഫ് എക്സ് 0 ആണെന്ന് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. കാരണം എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കാണണം. അപ്പൊ ജി ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ കോൺസ്റ്റന്റ് ബി എൻ സ്റ്റാർ എന്തായിരുന്നു? 2 ഡിവൈഡഡ് ബൈ സി എൻ പൈ ഇന്റഗ്രൽ 0 ടു എൽ ജി ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ് ആയിരുന്നു. ജി ഓഫ് എക്സ് 0 ആയതുകൊണ്ട് ഈ ഒരു കോൺസ്റ്റന്റ് എന്താവും? ബി എൻ എന്ന് പറയുന്നത് എന്താവും? 0 ആയിട്ട് മാറും. ബി എൻ സ്റ്റാർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരുന്നു ബി എൻ ഈക്വൽ ടു? ഫോർമുല ബി എൻ ഈക്വൽ ടു ഫോർമുല എന്തായിരുന്നു? 2 ഡിവൈഡഡ് ബൈ എൽ ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? 0 ടു എല്ലില് 0 ടു എൽ ആണ് നമ്മുടെ ഫംഗ്ഷൻ. പക്ഷെ എന്താണ്? എഫ് ഓഫ് എക്സ് 0 ടു എൽ ബൈ 2 എന്ന് പറയുന്ന ഈ ഒരു ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 2k ഡിവൈഡ് ബൈ എൽ എക്സ് ആണ്. എൽ ബൈ 2 ടു എൽ എഫ് ഓഫ് എക്സ് എന്താണ്? 2k ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. അപ്പൊ എന്താണ്? ഈ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ബൈ എൽ ഇൻറ്റു ഫസ്റ്റ് ഇന്റഗ്രൽ ഏതുവരെയാണ് വരിക? 0 ടു എൽ ബൈ 2. അപ്പൊ 0 ടു എൽ ബൈ 2 എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത്? 2k എക്സ് ഡിവൈഡ് ബൈ എൽ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് 2k എക്സ് divided by L sin n pi x divided by L dx plus integral L by 2 to L. ആ ഇന്റർവെല്ലിൽ എന്താണ് എഫ് ഓഫ് എക്സ് വരുന്നത്? 2k by L into L minus x into sin n pi x divided by L dx വരും. ഇനി നോർമൽ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഇവിടെ 2 ബൈ എൽ ഓൾറെഡി ഉണ്ട്, ഇവിടെ 2k ഉണ്ട്, ഇവിടെയും 2k ഉണ്ട്. അപ്പോൾ അത് 2k പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4k എന്നാവും. 2k ഇവിടെ ഉണ്ട്, ഒരു 2 ഓൾറെഡി ഉണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4k ഡിവൈഡഡ് ബൈ ഇവിടെ എൽ ഉണ്ട്, ഇവിടെ എൽ ഉണ്ട്, ഒരു എൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എൽ രണ്ടൊന്നും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൽ സ്ക്വയർ ആണ്. 4k ഡിവൈഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഇന്റഗ്രൽ 0 ടു എൽ ബൈ 2. ഇവിടെ പിന്നെ എന്താ വരിക? എക്സ് ഇൻറ്റു സൈൻ n pi x divided by L dx plus integral L by 2 to L minus x into sin n pi x divided by L dx എന്ന് വരും. അപ്പൊ ഇനി ഈ ഒരു ഇന്റഗ്രേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. ഈ ഒരു ഇന്റഗ്രേഷൻ എന്താണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോർമൽ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ തന്നെയാണ്. സോ നമുക്ക് ഓരോ ഈ ഒരു ടോട്ടൽ ഇന്റഗ്രേഷനിൽ 2 ഇന്റഗ്രേഷൻ ഉണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി സം ഇക്വേഷൻ സ്റ്റാർ. ഇനി ഇതിൽ ഓരോ ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഇന്റഗ്രൽ എന്താ വരിക? ഇന്റഗ്രൽ 0 ടു എൽ ബൈ 2 എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഫസ്റ്റ് ഇന്റഗ്രൽ എന്താ വരിക? ഇന്റഗ്രൽ 0 ടു എൽ ബൈ 2 എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്. അപ്പൊ എന്താണ്? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം ഇന്റഗ്രേഷന്റെ. എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദിസ് എന്താണ് വരിക? മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ഡിവൈഡഡ് ബൈ എൽ. ലിമിറ്റ് ഏതാ വരിക? 0 ടു എൽ ബൈ 2 മൈനസ് ഇന്റഗ്രൽ 0 ടു എൽ ബൈ 2 ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1 ഇൻറ്റു
ഇന്റഗ്രൽ ഓഫ് അഗെയിൻ സൈൻ എന്ത് വരും? മൈനസ് കോസ് n pi x divided by L divided by n pi by L dx എന്ന് വരും. ഇത് 0 to L by 2 ലിമിറ്റ് അപ്ലൈ ചെയ്താണ് കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എന്താണ് വരിക? മൈനസ് എക്സ് കോസ് n pi x ഡിവൈഡഡ് ബൈ L ഇൻറ്റു, ഇത് കോസിന്റെ അകത്തുള്ള ആംഗിൾ ആണ് കേട്ടോ, കോസ് ഓഫ് L ഡിവൈഡഡ് ബൈ n pi 0 to L by 2 പ്ലസ് ഇവിടെ എന്ത് വരും? L ഡിവൈഡ്, ഈ മൈനസും മൈനസും പ്ലസ് ആയി, പിന്നെ L ഡിവൈഡഡ് ബൈ n pi ഇൻറ്റു ഇന്റഗ്രൽ 0 to L by 2 കോസ്, മൈനസും മൈനസും പ്ലസ് ആയി, കോസ് n pi x ഡിവൈഡഡ് ബൈ L dx എന്ന് വരും. എന്താണ് ഇത് വരിക? ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്, സോ L by n pi കോമൺ എടുക്കാം. L by n pi ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സിന് എന്താണ് കൊടുക്കുന്നത്? L by 2 ആണ്, സോ മൈനസ് L by 2 കോസ് n pi, എക്സിന് എന്ത് കൊടുക്കണം? L by 2 കൊടുക്കണം, സോ L by 2L, L by 2 കൊടുത്തു എക്സിന്, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ 0 ഇൻറ്റു സംതിങ് വരും, 0 പ്ലസ് L by n pi ഇൻറ്റു, ഇതിന്റെ ഇന്റഗ്രേഷൻ എന്താ വരിക? കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, സൈൻ n pi x divided by L whole divided by n pi by L 0 to L by 2 എന്ന് വരും, 0 to L by 2. So this is equal to എന്ത് വരും? That's equal to, ഇവിടെ എന്താണ്? മൈനസ് L by 2 ഉണ്ട്, അത് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇവിടെ ഉണ്ടാവും, പിന്നെ L സ്ക്വയർ ആവും, സോ മൈനസ് L സ്ക്വയർ ബൈ 2n pi എന്ന് വരും, മൈനസ് L സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n pi, പിന്നെ ബാക്കി ഉണ്ടാവുക കോസ് n pi by 2, കോസ് n pi by 2, കാരണം എല്ലും എല്ലും ക്യാൻസൽ ആയിട്ട് പോകും, പ്ലസ് ഇവിടെ എന്താ ഉണ്ടാവുക? ഇത് ഇവിടെ വരുമ്പോൾ എന്താവും? L സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ എന്ന് വരും, L സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ, പിന്നെ എന്താ ഉണ്ടാവുക? സൈൻ n pi by L x വിത്ത് ലിമിറ്റ് അല്ലെ, പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഇത് മാറിക്കഴിഞ്ഞാൽ സൈൻ n pi x by L, അതിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം? L by 2 കൊടുക്കണം, അപ്പൊ എല്ലും എല്ലും ക്യാൻസൽ ആയി പോകും, പിന്നെ എന്താ ഉണ്ടാവുക? സൈൻ n pi by 2 എന്നാണ് ബാക്കി ഉണ്ടാവുക, സൈൻ n pi by 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലോ സൈൻ 0 എന്ന് വരും, എന്താണ്? 0 തന്നെയാണ്, 0. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് L സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n pi കോസ് n pi by 2 പ്ലസ് L സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n pi by 2 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ഇന്റഗ്രൽ വരിക. ഇനി എന്ത് ഇതേപോലെ എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഇന്റഗ്രൽ എന്താണ്? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്റഗ്രേഷൻ കാണാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. ഇന്റഗ്രൽ L by 2 to L minus x into sin n pi x divided by L dx എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു നേരത്തെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. L minus x into ഇതിന്റെ ഇന്റഗ്രൽ എന്താ വരിക? മൈനസ് കോസ് n pi x divided by L whole divided by n pi divided by L, ലിമിറ്റ് ഏതാണ്? L by 2 to L മൈനസ് ഇന്റഗ്രൽ L by 2 to L മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് 1 ഇൻറ്റു മൈനസ് കോസ് n pi x divided by L divided by n pi by L dx എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ഇന്റഗ്രലില് നമുക്ക് എന്താണ് പുറത്തേക്ക് എടുക്കാൻ പറ്റുക? L ഡിവൈഡ്, ഒരു മൈനസ് സൈൻ ഉണ്ടാവും, L by n pi എന്ന് വരും. സോ മൈനസ് L ഡിവൈഡഡ് ബൈ
n pi into അപ്പർ ലിമിറ്റ് എന്താണ് എൽ ആണ്. അത് കൊടുക്കുമ്പോൾ എന്താണ് എൽ മൈനസ് എൽ എന്ന് വരും. അപ്പോൾ 0 വരും. 0 മൈനസ് ലോവർ ലിമിറ്റ് എൽ ബൈ ടു ആണ്. അത് കൊടുക്കുമ്പോൾ എന്ത് വരും? എൽ ബൈ ടു എന്ന് വരും. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? എൽ മൈനസ് എൽ ബൈ ടു. എന്താ പറയുക? എൽ മൈനസ് എൽ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൽ ബൈ ടു തന്നെയാണ്. എൽ മൈനസ് എൽ ബൈ ടു എന്ന് പറഞ്ഞാൽ എൽ ബൈ ടു. ഇവിടെ എന്ത് വരും? കോസ് എൻ പൈ എക്സിന് പകരം എൽ ബൈ ടു കൊടുക്കണം. എല്ലും എല്ലും ക്യാൻസൽ ആയി പോകും. സോ എന്ത് വരും? കോസ് എൻ പൈ ബൈ ടു എന്ന് വരും. കോസ് എൻ പൈ ബൈ ടു മൈനസ് ഇവിടെ എന്ത് വരും? ഈ മൈനസും ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. ഇവിടെ പുറത്തുള്ള മൈനസ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്താണ് വരിക? എൽ ഡിവൈഡഡ് ബൈ എൻ പൈ. എൽ ഡിവൈഡഡ് ബൈ എൻ പൈ. ഇനി ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? അതിന്റെ ഇന്റഗ്രൽ വരിക സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. എൽ ബൈ ടു ടു എൽ. എൽ ബൈ ടു ടു എൽ വരും. ഇതെന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്ത് വരും? എൽ സ്ക്വയർ. ഈ മൈനസും മൈനസും പ്ലസ് ആവും. സോ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n പൈ കോസ് n പൈ ബൈ 2 മൈനസ് ഇവിടെ എന്താ വരിക? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? അപ്പർ ലിമിറ്റ് എന്താണ്? എൽ ആണ്. അപ്പൊ എൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എൽ ബൈ എൻ പൈ. ഇവിടെ എൽ ബൈ എൻ പൈ ഉണ്ടാവും ഓൾറെഡി അല്ലെ? ഈ എൽ ബൈ എൻ പൈ ഉണ്ടാവും. ഇതും കൂടെ വരുമ്പോൾ എന്താവും? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? സൈൻ എൻ പൈ എൽ ഡിവൈഡഡ് ബൈ എൽ. എല്ലും എല്ലും ക്യാൻസൽ ആവും. സൈൻ എൻ പൈ എന്ന് വരും. സൈൻ എൻ പൈ എപ്പോഴും എന്താണ്? 0 ആണ്. മൈനസ് എൽ ബൈ ടു കൊടുക്കുമ്പോഴോ എല്ലും എല്ലും ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? സൈൻ എൻ പൈ ബൈ ടു എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക ഫൈനലായിട്ട്? സോ ദിസ് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n പൈ കോസ് n പൈ ബൈ 2 പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ 2 എന്ന് വരും. ഇത് സെക്കൻഡ് ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് therefore ടോട്ടൽ ബി എൻ എന്താ വരിക? ഫസ്റ്റ് ഇന്റഗ്രൽ പ്ലസ് സെക്കൻഡ് ഇന്റഗ്രൽ. ദാറ്റ് ഈസ് എന്തായിരുന്നു? ബി എൻ സ്റ്റാർ ഇംപ്ലൈസ് എന്തായിരുന്നു? നമ്മളിവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റാർ ഈക്വൽ ടു 4k ബൈ എൽ സ്ക്വയർ ഔട്ട് സൈഡ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇന്റഗ്രൽ പ്ലസ് സെക്കൻഡ് ഇന്റഗ്രൽ 4k ബൈ എൽ സ്ക്വയർ ഔട്ട് സൈഡ് ഉണ്ട്. 4k ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഇന്റഗ്രൽ എന്തായിരുന്നു? ഫസ്റ്റ് ഇന്റഗ്രൽ ഈക്വൽ ടു മൈനസ് എൽ സ്ക്വയർ ബൈ 2n പൈ കോസ് n പൈ ബൈ 2 പ്ലസ് എൽ സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n പൈ കോസ് n പൈ ബൈ 2 പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2. ഇനി ഇതിനോട് എന്ത് ആഡ് ആവും? പ്ലസ് ഈ ഒരു രണ്ട് ടേമും കൂടെ ആഡ് ആവും. ഇത്രയും സാധനങ്ങൾ ആഡ് ആവും. ഇതാണല്ലോ സെക്കൻഡ് ഇന്റഗ്രൽ. ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്തുണ്ട്? എൽ സ്ക്വയർ 2n പൈ കോസ് n പൈ ബൈ 2 മൈനസ് എൽ സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക? ദിസ് ഇസ് ഈക്വൽ ടു 4k ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു ഇതും കൂട്ടി കഴിഞ്ഞാൽ 2l സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 എന്ന് വരും. സൈൻ n പൈ ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് വരിക? എൽ സ്ക്വയർ n സ്ക്വയറും ക്യാൻസൽ ആവും. 4 ഇൻറ്റു 2 എന്താണ്? 8k ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 എന്ന് വരും. എന്താണ് ഇതിന്റെ ആൻസർ? 8k ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2. ഇതെന്താണ്? ബി എൻ ആണ്. ബി എൻ സ്റ്റാർ എന്താണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി, 0 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ എന്താ വരിക? ഇതിപ്പോ നമ്മൾ കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ സൊല്യൂഷൻ u ഓഫ് എക്സ് ടി. നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ u ഓഫ് എക്സ് ടി ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ കോസ് എൻ സി പൈ ടി ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ബി എൻ സ്റ്റാർ സൈൻ എൻ സി പൈ ടി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു
sin n pi x divided by L എന്നാണ് വരിക. So this is equal to summation n equal to 1 to infinity. Bn എന്താണ്? 0 ആണ്. So first term 0 വരും. 0 plus Bn star എന്തായിരുന്നു? 8k divided by n square pi square into എന്തായിരുന്നു വന്നത്? sin n pi by 2 അല്ലേ? sin n pi by 2. ഇതെന്താണ്? Bn star ആണ്. ഇൻറ്റു എന്താണ്? ഇവിടെ ഓൾറെഡി ഉള്ളത് എന്താണ്? സോറി, നമുക്ക് എന്താണുള്ളത്? Bn star ആണ് നമുക്ക് 0 കിട്ടിയത്. മാറിപ്പോയതാണ് കേട്ടോ. Bn star ആണ് എന്ത് നമുക്ക് 0 കിട്ടിയത് അല്ലേ? Bn ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടിയത്. സോ Bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8k divided by n square pi square into sin n pi by 2. ഇതെന്താണ്? Bn ആണ്. ഇൻറ്റു ഇവിടെ ഓൾറെഡി എന്താണുള്ളത്? പിന്നെ അത് കഴിഞ്ഞ് cos nc pi t divided by L ഇൻറ്റു Bn star എന്താണ്? ഇത് 0 ആണ്. Bn star equal to നമുക്ക് കിട്ടിയത് Bn star equal to 0 ആണ്. Bn star equal to 0 ആണ്. സോ ഇൻറ്റു എന്ത് വരും? sin n pi x divided by L എന്ന് വരും. ഇതാണ് എന്ത് നമ്മളുടെ സൊല്യൂഷൻ വരിക. 8k by n square pi square sin n pi by 2 cos n c pi by pi t by L sin n pi x by L ആണെന്ത് ഗിവൺ ആ ഒരു ഫംഗ്ഷന്റെ സൊല്യൂഷൻ. അതായത് ഒരു വേവ് ഇക്വേഷൻ വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആൻഡ് f of x എന്താണ് ആ ഒരു ഗിവൺ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള അതിന്റെ സൊല്യൂഷൻ ആണ് ഇപ്പൊ ഈ കണ്ടുപിടിച്ചത്.